കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിൽ നടത്തിയ പോലീസ് അതിക്രമത്തിന് എണ്ണി പകരം ചോദിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ശശി തരൂരും കെ മുരളീധരനും അടക്കമുള്ള 7ഓളം MP-മാരും MLA-മാരും തുടങ്ങി സംസ്ഥാന കോൺഗ്രസിന്റെ ഏറ്റവും സീനിയറായ നേതാക്കന്മാർ വേദിയിലുള്ളപ്പോഴായിരുന്നു പോലീസിന്റെ ഈ നരനായാട്ടിന് തുടക്കം കുറിച്ചത്. ജലപീരങ്കിയും ഒപ്പം തന്നെ ടിയർ ഗ്യാസും പ്രയോഗിച്ചപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുമ്പോഴായിരുന്നു പോലീസ് നടപടി തുടങ്ങിയത്. എന്തായാലും പോലീസ് നടപടിയെ വെറുതെ വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല. ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്കും സ്പീക്കർക്കും കെ സുധാകരൻ MP പരാതി നൽകി കഴിഞ്ഞു. തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത്. ഒരു MP എന്ന പരിഗണന പോലും നൽകാതെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ നടപടിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൃത്യമായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പോലീസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടിയർ ഗ്യാസും ഗ്രനേഡും ഉപയോഗിച്ചത്. ജനപ്രതിനിധികൾക്കെതിരെ പ്രതികാരം തീർക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും സുധാകരൻ പറയുന്നുണ്ട്. ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവും MP-മാരും മറ്റ് ജനപ്രതിനിധികളും നിൽക്കുമ്പോൾ അവർക്ക് നേരെ ഇത്തരത്തിലുള്ള നീക്കം പോലീസ് നടത്തണമെങ്കിൽ അതിന് കൃത്യമായ സ്ഥലത്തു നിന്നുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർ കിട്ടിയത് കൊണ്ടാണ് എന്നുള്ള ആരോപണവും സുധാകരൻ ഉന്നയിക്കുന്നുണ്ട്. സമാധാനപരമായി നടന്ന മാർച്ചിൽ താൻ ഉൾപ്പെടെയുള്ള MP-മാർ വേദിയിൽ ഇരിക്കുമ്പോഴാണ് വേദിയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞത് എന്ന കാര്യവും ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഗൗരവകരമായ അന്വേഷണമാണ് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് നടപടിയെ തുടർന്ന് തനിക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായതായും പരാതിയിൽ കെ സുധാകരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. MP-മാരോട് നടത്തിയ ക്രൂരതയാണ് ഇതെന്നും കെ സുധാകരൻ പരാതിയിൽ പറയുന്നുണ്ട്.